It's been 1 month since I started to build myself like a version 2.0. Okay. സംഭവം എന്താ വെച്ചാൽ കഴിഞ്ഞ HCL റേസ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടോ. I started meeting people like unexpectedly, randomly. Uh, it's like I started to just go with the flow in my life, and the people I met, the way I started thinking, I think started to change. Okay, ആ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സേസ് ദാറ്റ് ഇറ്റ്സ് എ ട്രിപ്പ്. അതെ, സോളോ ട്രിപ്പ് പോലെയാണല്ലോ. നമ്മൾ റേസിന് പോകുന്നു, തിരിച്ചു വരുന്നു. ബാംഗ്ലൂർ പോയി തിരിച്ചു വന്നു, സെറ്റ്. മെയിനായിട്ട് നമ്മൾ കണ്ടാവുന്നത്, ആക്ച്വലി ഞാൻ ഈ റേസിനൊക്കെ പോകുമ്പോൾ മെയിനായിട്ട് കാണുന്നത് റോഡാണ്. പിന്നെ ബസ്സിൻ്റെ ഇൻറ്റീരിയേഴ്സ്, വേറെ എന്താണ്, പിന്നെ സ്റ്റേ ചെയ്യുന്ന റൂം, നത്തിങ് മോർ ദാൻ ദാറ്റ്. പിന്നെ കുറച്ച് ഫുഡ്, നല്ല ഫുഡൊന്നും ആക്ച്വലി എപ്പോഴും നമുക്ക് കിട്ടാറില്ല. പിന്നെ എന്തായാലും കഴിക്കണമല്ലോ, ആ ഒരു പേരിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കും. ഓക്കെ, അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഈ ടൈം ഇറ്റ് വാസ് എന്തായാലും ഡിഫറെൻറ്റ്. ഓക്കെ, പോകുന്നു. ഫസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ്, അയ്യോ, ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഇറ്റ് വാസ് സോ ഗുഡ്. ലൈക്ക് അതിപ്പോഴും ആ ടേസ്റ്റും ആ ഒരു അരോമ, ആ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോഴും എൻ്റെ അതാണ്. ദെൻ ലേറ്റർ ദ സ്റ്റേ ഈ പ്രാവശ്യം ഞാൻ കോച്ചിൻ്റെ ഒപ്പം തന്നെ. And the people I met at that time, yeah, I met some of my friends on that day. And yeah, it was so good. റേസിന് തലേ ദിവസം ഞാൻ ഇത്രയും ലൈക്ക് alive. Okay, fatigued ഉണ്ട്, little bit fatigued I was, but still I was alive. Like I was ready for the race. And during the race and after the race, yeah, it was so good. So good എന്ന് പറഞ്ഞാൽ ഇത്ര അടിപൊളിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ പോയത്. ലൈക്ക് ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിട്ട് എനിക്ക് തോന്നിയില്ല. ആ ഒരു ഫീല്, എന്ത് രസമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ബാംഗ്ലൂർ ട്രിപ്പായിട്ട് എനിക്ക് ഇത് ആദ്യമായിട്ട് തോന്നുന്നത്. എന്തിനാ പോണേ, ഞാൻ എപ്പോഴും ചോദിച്ചാലും റേസിനാണ് പോണേ. ഓക്കെ, റേസ് കഴിഞ്ഞാൽ വരുന്നു. ഓക്കെ, ബാംഗ്ലൂർ വലിയ അന്തമാതിരി പരിപാടികളൊന്നും നമുക്കില്ല. നമ്മൾ പോകുന്നു, തിരിച്ചു വരുന്നു, റേസ് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു, ദാറ്റ്സ് ഇറ്റ്. ബട്ട് സ്റ്റിൽ ഈ പ്രാവശ്യത്തെ പോക്ക് നല്ല രസമായിരുന്നു. ഇടപെടണം. സോ എങ്ങനെയാണ് ഈ ഒരു 1 മന്ത്, ഞാൻ അതാണ് മെയിൻ കാര്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഈ 1 മന്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ട്, ലൈക്ക് വാട്ട് മേ ബി എന്താ പറയുക, എങ്ങനെയാണ് ആ ഒരു റൂട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിക്ക് ഞാൻ വരാൻ നോക്കുന്നത്. സി, ഇറ്റ്സ് മൈ വേ ഓഫ് കമ്മിങ് back, or it's not coming back, building a better version of myself. Like എപ്പോഴും നമ്മൾ ഒരു ഗ്രോത്ത് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് എവിടെയെങ്കിലും എന്ത് തകരാറ് പറ്റിയാലും ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, അത് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്താൽ പിന്നെ എത്ര തകർന്നാലും നമുക്ക് തിരിച്ചു വരാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പ് ബിഗിനിങ് ഞാൻ തിരിച്ച് സ്ട്രോങ് ആയിട്ട് പയ്യെ വല്ലാതെ ഫോഴ്സ് ചെയ്യാതെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ദീസ് ഡേയ്സ് മെയിൻ കാര്യം സിമ്പിൾ നിസ്സാര കാര്യമാണ്, പക്ഷെ ആരും അത് ചെയ്യില്ല. എഴുന്നേക്കണ സമയത്ത് ഇത്രയും ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, എനിക്കത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഫസ്റ്റ് ജസ്റ്റ് 1-2 മിനിറ്റ്സ് ഒന്ന് കണ്ണടച്ച് ചുമ്മാ എഴുന്നേറ്റിരിക്കുകയോ കിടക്കുകയോ എങ്ങനെയാണെങ്കിൽ ആവട്ടെ, നിങ്ങളൊന്ന് ചിന്തിക്കാം, ഇന്ന് എന്താണ് മെയിനായിട്ട് നിന്റെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഗോൾ എന്താണ് മെയിനായിട്ട് ഞാൻ ചിന്തിക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ബെഡ് റെഡിയാക്കാം, ഐസ് വാഷ് ചെയ്യാം, തിരിച്ചു വരാം, കുറച്ച് നേരം ലൈക്ക് 1-2 മിനിറ്റ്സ് ഞാൻ കണ്ണടി നോക്കും, സംസാരിക്കും. എൻ്റെ അടുത്ത് തന്നെ ഞാൻ സംസാരിക്കും. ഒറ്റപ്പാടിൽ അങ്ങനത്തെ അങ്ങനത്തല്ല, സ്റ്റിൽ ഇറ്റ്സ് ഞാൻ ചെയ്യും. ഞാൻ ഇവിടെ തന്നെ നോക്കും, ഹൗ ആർ ടുഡേ, വാട്ട്സ് ദ പ്ലാൻ ടുഡേ, വാട്ട്സ് ദ മെയിൻ ഗോൾ ഫോർ ടുഡേ, ആൻഡ് യാ. പിന്നെ ഐ വിൽ ജസ്റ്റ് ടോക്ക് ടു മൈ സെൽഫ്, ലൈക്ക് ഐ വിൽ സേ താങ്ക് യു ടു മൈ സെൽഫ്
for the way I have been trying to build it up. And I will say for forgiveness, sorry, and I will say I love you to myself. It's really a big change, okay? ആ ഒരു സംഭവം ഒരു മാസമായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ, ഓക്കെ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. റിയലി മൈൻഡ് ഈസ് ബ്ലോൺ അവേ, ഓക്കെ? ഒരു മാസം കൊണ്ട് ഉണ്ടായിട്ട് ചട്ടിപ്പൊളിയാ, ഭയങ്കര കാമായി. തോട്ട്സ്, പിന്നെ ഇന്ററാക്ഷൻ വിത്ത് പീപ്പിൾ, എവറിത്തിങ് ചേഞ്ച്. ഇറ്റ്സ് ലൈക്ക് എ ബിഗ് മാജിക്. സോ യാ, ദാറ്റ്സ് ഹൗ മോർണിംഗ് സ്റ്റാർട്ടിങ് തന്നെ അങ്ങനെയാണ്. അതായത് നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആളെ പ്രാന്ത് പിടിച്ച് എഴുന്നേക്കണേക്കാൾ ഭേദം സിമ്പിൾ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ദിവസം അടിപൊളിയായിരിക്കും. പിന്നെ അതിനിടയിൽ വരാൻ പോണ പ്രശ്നങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത സാധനം പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത സമയത്താണ്. ബട്ട് സ്റ്റിൽ ഇൻ ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഈ സെയിം സാധനം അപ്രിസിയേഷൻ, അതായത് നമ്മൾ തന്നെ ഒരു അപ്രിസിയേഷൻ കാണിക്കുകയാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിൽ പക്ക അടിപൊളിയായിരിക്കും. എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ഒരു മാസമായിട്ട് എഴുന്നേൽക്കുമ്പോൾ ഹാപ്പിയാണ്, കിടക്കുമ്പോൾ ഹാപ്പിയാണ്. സമാധാനം മതിയില്ലേ? ആക്ച്വൽ തിങ് അതാണ്. മൈൻഡ് പീസാകുമ്പോൾ ബോഡി പെട്ടെന്ന് ആ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാ കാര്യവും പെട്ടെന്ന് അഡാപ്റ്റ് ആയി വരുന്നുണ്ട്. എൻ്റെ കേസിൽ അത് പെട്ടെന്ന് അഡാപ്റ്റ് ആയി വരുന്നുണ്ട്. അപ്പം ഞാൻ അതാ പറഞ്ഞ, ഒരു മാസമായിട്ട് ഞാൻ കാണുന്ന ആൾക്കാർ, എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ, എനിക്കുണ്ടാകുന്ന തോട്ട്സ് എല്ലാം ഭയങ്കര ഡിഫറെൻ്റ്ലിയാണ്. എന്തായാലും ഡിഫറെൻ്റാണ്. ഹൗ ഇറ്റ് യൂസ് ടു ബി അതിനേക്കാൾ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, സോ യാ, എന്നിപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. മേ ബി ആഫ്റ്റർ എ വൈൽ ഈ ഒരു വീഡിയോ എനിക്ക് തന്നെ ഒരു ഉപകാരമായിപ്പെടാണെങ്കിലോ, ലൈക്ക് എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് തോന്നിയാലോ, അതിന് വേണ്ടിയാണ് റെക്കോർഡ് ചെയ്തത്. നമുക്ക് നോക്കാം, ഞാനിനി ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് നോക്കാം. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.